ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജനഹാകാലം രണ്ടാമത്തെ ആഴ്ചയിലാണ് നമ്മൾ. ജനഹാകാലത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത്. ഈശോയിൽ രക്ഷകൻ, ആ രക്ഷകനെ ഈശോയിൽ കാണാൻ കഴിയും എന്നാണ് പറഞ്ഞത്. ജ്ഞാനസ്നാന സമയത്ത് അവിടുന്ന് വെളിപ്പെടുത്തപ്പെട്ടു. അവിടുത്തെ വെളിപ്പെടുത്തി പിതാവായ ദൈവം, ഇവനാണ് വരാനിരിക്കുന്ന രക്ഷകൻ, എൻ്റെ പ്രിയപുത്രൻ, പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വരികയും ചെയ്തു. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ മോശയോട് ദൈവം പറയുന്നൊരു കാര്യമാണ്. ഇതാ, ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നെന്ന് ഞാൻ കണ്ടു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ്? അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും എന്നതിന് ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. മോശ ദൈവത്തോട് പറഞ്ഞിതാ, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നെന്ന് പറയും. എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ. ഇസ്രായേൽ മക്കളോട് നീ പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അവൻ വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം. അങ്ങനെ സർവ്വപുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം. ഇതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ മോശയോട് പറയുകയാണ്. എവിടുന്നാണ് മോശയോട് പറയുന്നത്? നിങ്ങൾക്കറിയാം, മോശയ്ക്ക് 40 വയസ്സുള്ളപ്പോൾ ഒരു ഇസ്രായേൽക്കാരനെ കൊല്ലാനായിട്ടുള്ള അതിന് തലേ ദിവസം ഒരു ഈജിപ്തുകാരനെ കൊന്ന് പിറ്റേ ദിവസം ഒരു ഇസ്രായേൽക്കാരനുമായിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ അവനിതെല്ലാം വിളിച്ചു പറഞ്ഞ ഉടനെ മോശ പേടിച്ച് ഫറവോയുടെ ശിക്ഷ കിട്ടുമെന്ന് പേടിച്ചിട്ട് ഓടിപ്പോവുകയാണ്. ഒളിച്ചോടി മീദിയാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെല്ലുന്നു. ഈ മീദിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സൗദി അറേബ്യയിലാണത്. ഓടി വരുന്നത് ഈജിപ്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ ഇത് ചെങ്കടലിൻ്റെ തൊട്ടപ്പുറത്തേക്ക് കിടക്കുന്നത്, അങ്ങനെയൊക്കെ വരാനുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. ഇപ്പുറത്ത് മീദിയാൻ എന്ന് പറയുന്ന ആ സ്ഥലത്ത് വന്നു. അവിടെ നിന്ന് ജെത്രോ എന്ന് പറയുന്ന ഒരാളുടെ കൂടി അയാളുടെ ആടിനെ മേയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അയാളുടെ ഒരു മകളെ കല്യാണം കഴിച്ചു. അങ്ങനെ 2 മക്കളുണ്ടായി. മോശ അവിടെ കഴിയുന്ന അവസരമാണ്. എന്നിട്ട് മോശ ഇയാളുടെ ജെത്രോയുടെ ആടുകളെയും കൊണ്ട് മേയ്ക്കാനായിട്ട് പോകുന്ന അവസരത്തിൽ അവിടെയാണ് സിനായ് മല, അല്ലെങ്കിൽ ഈ പറയുന്ന ഹോറേബ് പർവ്വതനിര. അവിടെ ആ മലയിൽ ആടുകളെ മേയ്ക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ ഇപ്രകാരം ഈ മോശയ്ക്ക് ദർശനമുണ്ടാകുന്നത്. ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന മുൾച്ചെടിയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് മോശയോട് പറയുന്ന കാര്യമാണ്. ആ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ പറയുകയാണ്, എന്താണ് പറയുന്നത്? നീ എന്ത് ചെയ്യണം? ഈജിപ്തിലേക്ക് പോകണം. ഇസ്രായേൽക്കാരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. നമുക്കറിയാം, ഇസ്രായേൽക്കാരെ ഈജിപ്തിലെ ഫറവോ പീഡിപ്പിക്കാൻ തുടങ്ങി. പീഡിപ്പിച്ചെന്തുകൊണ്ടാണ്? അവരുടെ സംഖ്യ വർദ്ധിച്ചു. അപ്പോൾ അയാൾക്ക് പേടിയാകാൻ തുടങ്ങി. ഇവരൊരു യുദ്ധം വരികയാണെങ്കിൽ ശത്രുക്കളുടെ കൂടെ കൂടിയേക്കുമെന്നുള്ള ചിന്തയിൽ. അപ്പോഴങ്ങനെ അവർ നിലവിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് നിലവിളിയാണ് ദൈവം കേട്ടത്. ഈജിപ്തിലേക്ക് മോശ തിരിച്ചു പോകുമ്പോൾ 80 വയസ്സുണ്ട്. 40 വയസ്സിലാണ് മീദിയാനിലേക്ക് പോകുന്നത്. പിന്നീട് തിരിച്ചു പോകുന്നത് 80-ാം വയസ്സിലാണ്. അത്രയും പ്രായമായ ഒരു വ്യക്തിയാണത്. അപ്പോൾ മോശ അവിടെ ചെന്നു. പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. മോശയോട് പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ മോശ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അല്ല, ഞാനിതൊക്കെ ചെന്ന് പറയുമ്പോൾ ആരിത് എന്നെ അയച്ചെന്ന് ഞാൻ പറയേണ്ടത്? അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ആയിരിക്കുന്നവൻ, യഹോവ, യാഹ്വേ എന്നൊക്കെ പറയുന്ന ആ വാക്ക്. ഞാനായിരിക്കുന്നവൻ പറയുന്നു. ഐ ആം ഹൂ ആം എന്ന് ഇംഗ്ലീഷിൽ പറയും. അങ്ങനെയുള്ള ഒരാളാണ് ഞാനെന്ന് പറയണമെന്ന്. പക്ഷേ നമുക്കറിയാം, ഞാനാകുന്നു, ഐ ആം ഹൂ ആം, അല്ലെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? നിത്യമായിട്ട് നിലനിൽക്കുന്ന ഞാൻ പറയുന്നതെന്നാണ് അർത്ഥം. നിത്യമായിട്ട്, ആദിയും അന്തവുമില്ലാത്ത, ആൽഫയും ഒമേഗയുമായ ഞാൻ പറയുന്നു എന്നാണ് അതിനർത്ഥം. അവരെ യഹൂദന്മാരൊരിക്കലും പിന്നീട് ഈ യഹോവ അല്ലെ യാഹ്വ എന്നുള്ള പേര് ഉച്ചരിക്കുകയില്ലായിരുന്നു. അതിന് പകരം അവരെപ്പോഴും എലോഹിം എന്നാണ് പറഞ്ഞത്. എലോഹിം. അതിൻ്റെ കാരണം എന്താണ്? യാഹ്വ എന്ന് പറയുന്ന വാക്ക് ഈ ഹീബ്രു ഭാഷയിലും അറബി ഭാഷയിലും ഒന്നും ആദ്യകാലത്ത്, അതിൻ്റെ ഉത്ഭവകാലത്ത് ഈ സ്വരാക്ഷരങ്ങളില്ല. അപ്പോൾ യഹോവ എന്ന് ഉച്ചരിക്കാമെങ്കിലും
അത് എഴുതുമ്പോൾ ഇത്രയാവുള്ളൂ. 3 ഈ സ്വരങ്ങളില്ലാത്ത വ്യഞ്ജനങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. അപ്പോഴതിനെ ആ 3 അക്ഷരങ്ങളെ എങ്ങനെ വേണേലും സ്വരങ്ങൾ കൂട്ടിച്ചേർത്ത് പറയാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് അവർ എലോഹീം എന്നാക്കിയെടുത്തത്. അപ്പോൾ അങ്ങനെ അവർ ഈ യാഹ്വേ എന്ന് എഴുതിയിരിക്കുന്നിടത്തെല്ലാം വായിക്കേണ്ടി വരുമ്പോൾ അത് അവർ എലോഹീം എന്നേ പറയുകയുള്ളൂ. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഈ സ്വരാക്ഷരങ്ങൾ പല രീതിയിൽ കൂട്ടിച്ചേർത്ത് അവർ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഈ ഹീബ്രു ഭാഷ സംസാരിക്കുന്നവർക്കത് പെട്ടെന്ന് മനസ്സിലാകും എന്താണ് അർത്ഥമാക്കുന്നതെന്ന്. അതേസമയത്തൊരു വിദേശികൾ ഈ ഭാഷ സംസാരിക്കാത്ത ആൾക്ക് അത് മനസ്സിലാകണമെന്നില്ല. ഏതായാലും ദൈവം പറഞ്ഞു കൊടുത്തു, കർത്താവായ ഞാൻ എലോഹിം. നമ്മളെപ്പോഴും പറയില്ല കർത്താവായ ദൈവം. അതായത് ഈ കർത്താവ് എന്നുള്ളത് വേറെ ആർക്കും ഉപയോഗിക്കാത്തൊരു പേരാണ്. നമ്മളുടെ ദൈവത്തിന് മാത്രം പറയുന്നൊരു പേരാണ് കർത്താവ്. ലോഡ് എന്ന് നമ്മൾ പറയും, എലോഹിം. അത് വേറെ ഒരു ദൈവത്തിനും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തർജ്ജമ ചെയ്യുമ്പോഴും ഇതേ പേര് തന്നെ ഉപയോഗിക്കേണ്ടി വരും. നമുക്കറിയാം, നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള പ്രോപ്പർ നെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പേര് ഒരുപാട് തർജ്ജമ ചെയ്യാൻ പറ്റില്ല, അതങ്ങനെ തന്നെ എഴുതണം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ദൈവത്തെ നമ്മളെപ്പോഴും കർത്താവായ ദൈവം എന്നാണ് പറയുക. കാരണം വേറെ പേരിലുള്ള ദൈവങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇപ്പോൾ മോവാബ്യരുടെ ദൈവം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അമ്മോന്യരുടെ ദൈവം ഉണ്ടായിരുന്നു, മിദിയാൻകാരുടെ ദൈവം ഉണ്ടായിരുന്നു, ഓരോ ഗോത്രത്തിനും ഓരോ ദൈവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവായ ദൈവം, അതാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. നമ്മൾ ഈശോയെ വിളിക്കുന്നത് തന്നെയാണ് മൈ ലോഡ്. മാർത്തോമാ അതാ വിളിച്ചത്, മൈ ലോഡ് എന്ന് വിളിച്ചപ്പോൾ അന്ന് അവിടെ വെളിപ്പെടുത്തിയ അതേ ദൈവം തന്നെയാണ് നീ എന്നാണ് തോമാസ്ലിയ പറഞ്ഞത്. അന്ന് കർത്താവ് എന്ന് വെളിപ്പെടുത്തി, നീ ആ കർത്താവ് തന്നെയാണ്. അതുകൊണ്ട് ഈ ദനഹാക്കാലത്ത് നമ്മൾ ഓർക്കുന്നത് എന്താണ്? അന്ന് വെളിപ്പെടുത്തിയ അതേ ദൈവം തന്നെയാണ് ഈശോയിൽ വെളിപ്പെടുത്തപ്പെട്ടതെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അവിടെ മോശ ഇങ്ങനെ പറഞ്ഞു വിട്ടു. മോശ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുന്ന കാര്യമാണ്. അത് പിന്നീട് നമ്മളതിൻ്റെ ബാക്കി ചരിത്രമെല്ലാം പഠിക്കുക. അപ്പോൾ ഇങ്ങനെ ദൈവം സ്വയം വെളിപ്പെടുത്തുകയാണ്. തുടർന്ന് വരുന്ന വായനയിൽ വെളിപാട് പുസ്തകത്തിലാണ്. വെളിപാട് പുസ്തകം 1-ാമത്തെ അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലാണ്. അവിടെ പറയുകയാണ്, യോഹന്നാൻ ഏഷ്യയിലുള്ള 7 സഭകൾക്ക് എഴുതുന്നത്, ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവനിൽ നിന്നും അവൻ്റെ സിംഹാസന സന്നിധിയിലെ സപ്താത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ ഈശോമിശിഹായിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. വലിയൊരു ഒരു വാചകമാണിത്. യോഹന്നാൻ പറയുകയാണ് 7 സഭകളോട്, ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവൻ. ഇത് തന്നെയാണ് ഈ യാഹ്വേ അല്ലെങ്കിൽ കർത്താവ് എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ വെളിപാട് പുസ്തകം പറയുന്നത് എന്താണ്? ഇവിടെ ഈശോയെ വെളിപ്പെടുത്തുകയാണ്. ഈശോ തന്നെയാണ് യഥാർത്ഥത്തിൽ ആ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനെന്ന്. ആയിരിക്കുന്നവനും ആയിരുന്നവനും, ഐ ആം ഹോവ, യാഹ്വേ, ഹോവ, അല്ലെ അവർ വിളിച്ചിരുന്ന എലോഹിം, അവനിൽ നിന്നും അവൻ്റെ സിംഹാസന സന്നിധിയിലെ സപ്താത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ ഈശോമിശിഹായിൽ നിന്നും, പിതാവായ ദൈവത്തിൽ നിന്നും ആ പിതാവിൻ്റെ സന്നിധിയിലുള്ള ആ മാലാഖമാരിൽ നിന്നെല്ലാം പിന്നീട് ഈശോമിശിഹായിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും. എന്നിട്ട് പറയുകയാണ്, നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വന്തം പിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരുമാക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മെ സ്നേഹിക്കുകയും നമ്മെ സ്നേഹിച്ച ദൈവം, സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചവൻ, സ്വന്തം പിതാവായ രാജ്യത്തിൻ്റെ രാജ്യവും പുരോഹിതരുമാക്കുകയും ചെയ്തവൻ. അതെന്തുകൊണ്ടാണ് അത് പറയുന്നത്? ആ രാജ്യത്തിൻ്റെ പുരോഹിതരാക്കിയെന്ന്. അത് പുറപ്പാട് പുസ്തകത്തിൽ 19-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്കൊരു വിശുദ്ധ പുരോഹിത ജനമാകും. ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പുതിയ ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്, നമ്മെ ആ ദൈവത്തിൻ്റെ പുരോഹിതരാക്കിയെന്ന്. ഇത് യോഹന്നാൻ മാത്രമല്ല, പത്രോസ് എഴുതിയ ലേഖനത്തിൽ ഇത് തന്നെ പറയും. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് ഒരു വിശുദ്ധ പുരോഹിത ജനമാവുകയും ചെയ്യട്ടെ എന്നാണ്. നമ്മളൊരു പുരോഹിത ജനമാണ്. ആ പഴയ നിയമത്തിലെ പൗരോഹിത്യം നമുക്ക് തുടർന്ന് കിട്ടുകയാണ് ചെയ്യുന്നത്. ജോഷുവയുടെ പുസ്തകം 18:7 പറയുന്നത്, ലേവി ഗോത്രത്തിന് കൊടുത്തത്, അല്ലെ അഹ്റോൻ്റെ കുടുംബത്തിന് കൊടുത്തത് കർത്താവിൻ്റെ പൗരോഹിത്യമാണെന്നാണ്. പിന്നീട് പ്രഭാഷകൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ 6-ാം വാക്യം പറയും, ഈ അഹ്റോന് കൊടുത്തത് ജനത്തിൻ്റെ പൗരോഹിത്യമാണ് എന്ന്. അതായത് ആ കൊടുത്ത കർത്താവിൻ്റെ പൗരോഹിത്യം ജനത്തിൻ്റെതിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് അഹ്റോന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഈ കർത്താവിൻ്റെ പുരോഹിത ജനത എന്നുള്ള
ആ ഒരു സ്ഥാനം പുതിയ നിയമത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. നമ്മളെ അങ്ങനെ ആക്കിയെടുത്തു. പിന്നീട് വെളിപാട് പുസ്തകം 5-ാം അധ്യായത്തിലും 20-ാം അധ്യായത്തിലും ഇത് തന്നെ ആവർത്തിക്കുക. അതായത് നമ്മളെ ഇങ്ങനെ പുരോഗത ജനമാക്കി. എന്തിന്? 1000 വർഷം കുഞ്ഞാടിനോട് കൂടിയിട്ട് വാഴാൻ വേണ്ടിയിട്ട്. എന്തിനാണത്? നമുക്ക് ഈ പുരോഗത ജനത്തിനൊരു പ്രത്യേക ദൗത്യമുണ്ട്. ആ ദൗത്യം ദൈവത്തിനും ബാക്കിയുള്ള എല്ലാ ജനതകൾക്കും മധ്യേ നിന്നുകൊണ്ട് അവരെല്ലാം ദൈവത്തെങ്കിലേക്ക്, ഈ കർത്താവെന്ന് വിളിക്കപ്പെടുന്ന ദൈവത്തെങ്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ വചനങ്ങൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്തെ അങ്ങനെ കർത്താവിൻ്റെ രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. അങ്ങനെ ആ പുരോഹിതരമാക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു. ഓരോ മിഴിയും അവിടുത്തെ കാണും. അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്. വീണ്ടും കർത്താവിനെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന ഉയർത്തെഴുന്നേറ്റ ഈശോ എന്ന് വിളിക്കപ്പെടുന്ന ആ ചെറുപ്പക്കാരൻ എന്താണ്? അവൻ ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം തന്നെയാണ്. അവനാണ് നിങ്ങളോടിപ്പോൾ അരുളി ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഈ വെളിപാട് പുസ്തകം മുഴുവനായിട്ട് വെളിപ്പെടുത്തുന്ന ആരെയാണ്? ഈ കർത്താവായ ദൈവം, ഈശോയിൽ പ്രത്യക്ഷനായ കർത്താവായ ദൈവം. അവൻ തന്ന രക്ഷയുടെ സന്ദേശം അതാണ് വെളിപാട് പുസ്തകം നമ്മളോട് പറഞ്ഞു തരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷമാണ് ഇന്നത്തെ സുവിശേഷ വായന. 8-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഈശോ വീണ്ടും അവരോട് പറയുന്നു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾ കഴിയുകയില്ല. അപ്പോൾ യഹൂദർ പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾ കഴിയുകയില്ല എന്നവൻ പറയുന്നല്ലോ, അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ? അപ്പോൾ ഈശോ പറയുന്നത് എന്താണ്? നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനും. നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ്, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പോൾ അവർ ചോദിച്ചു, നീ ആരാണ്? ഈശോ പറഞ്ഞു, ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ. എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയാനുണ്ട്, വിധിക്കാനുമുണ്ട്. എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടുത്തെ അതിരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു. എന്നാൽ പിതാവിനെക്കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നും പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. ഇപ്പം പറയുമ്പോൾ ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. ഞാൻ തന്നെയാകുന്നു എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞതാണ് ഞാൻ യഹോവയായ ദൈവമാകുന്നു, കർത്താവായ ദൈവമാകുന്നു, എലോഹിമായ ദൈവമാകുന്നതിനെ പറഞ്ഞു വരുന്നത്. അതിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. എപ്പോഴാണ് മനസ്സിലാവുക? ഞാൻ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ. എവിടെയാണ് ഉയർത്തപ്പെടുന്നത്? അവിടെ ഉയർത്തപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നത് ഈ മോശ സർപ്പത്തെ ഉയർത്തി മരുഭൂമിയിൽ പാമ്പുകടിയിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ രക്ഷപ്പെട്ടു. ഇതിനെ ഓർത്തുകൊണ്ടാണ് ഈ പറയുന്നത്, ഞാൻ ഇപ്രകാരം കുരിശിൽ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾ രക്ഷിക്കപ്പെടും. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും. നമുക്കറിയാം, ഈശോ ഉയർത്തപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് കോടാനുകോടി ജനങ്ങൾ ഈശോയിലേക്ക് എത്തിച്ചേർന്നത്. ഇന്നും എത്രയോ കോടി ജനങ്ങൾ ഈ കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ്റെ ഉയർത്തപ്പെട്ടവൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. ഏതെല്ലാം രാജ്യത്ത് അവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവൻ്റെ പേരിൽ, ഈ ഉയർത്തപ്പെട്ടവൻ്റെ പിന്നാലെ പോയതിൻ്റെ പേരിൽ ആണ് ഈശോ പറഞ്ഞു വരുന്നത്. ഇവിടെ കർത്താവ് ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സർവ്വലോകത്തെയും എന്നിലേക്ക് അടുപ്പിക്കും. അവിടെ ഈശോ ബേത്ലഹേമിലോ നസ്രത്തിലോ ജെറൂസലത്തോ എവിടെയെങ്കിലും ഇരുന്ന് പറയുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതിൽ നടക്കുന്ന സാധാരണ ഒരു ചെറുപ്പക്കാരൻ, അവൻ റബി എന്നൊക്കെയാണ് അറിയപ്പെടുന്നതെങ്കിലും അവനെ രക്ഷകനായിട്ട് സ്വീകരിക്കാനൊക്കെ വിഷമമുണ്ട്. പക്ഷേ ഉയർത്തിക്കഴിഞ്ഞ് കുരിശിൽ തറച്ചു കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കും. അതല്ലേ സംഭവിച്ചത് ഈ ധനകായുടെ കാലഘട്ടത്തിൽ. നമ്മൾ ഓർക്കുക, ഇപ്രകാരം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവത്തിൻ്റെ ആ മുഖം നമുക്ക് കാണിച്ചു തരുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ നിരന്തരമായിട്ട് വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും ഈശോയെ കണ്ടെത്തി ആ രക്ഷകനിലൂടെ രക്ഷ പ്രാപിക്കാനായിട്ടുള്ള അവസരം നിങ്ങൾ ഒരുക്കുകയും ചെയ്യുക. അത് ലോകത്തിൻ്റെ മുമ്പിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുള്ള ദൗത്യം നമുക്കുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.